കുതിർക്കാൻ വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് ഒന്ന് അരച്ചെടുക്കാൻ പോവാണ്. ഇതിലേക്ക് കടലപ്പരിപ്പിലേക്ക് കുറച്ച് പെരിഞ്ചീരകം, ഒരു 3 മുളക്, ഇതായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നാളികേരം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് എണ്ണ ഒഴിച്ച് നമ്മുടെ ഇരുവടയാണ് ഞാൻ തയ്യാറാക്കുന്നത്. നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, മാറ്റി വയ്ക്കാം. ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ചേർക്കണം. പച്ചമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് ഈ നമ്മുടെ കൊഞ്ചൊന്ന്, ഇത് വലിയ കൊഞ്ചാണ്, ഇതിന് സാധാരണ ചെറിയ കൊഞ്ചാണ് യൂസ് ചെയ്യാറ്. വലുതായതുകൊണ്ട് ഞാനിതൊന്ന് കട്ട് ചെയ്തിടുകയാണ്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് നമുക്ക് ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ബൈൻഡിങ് കിട്ടാൻ വേണ്ടി കുറച്ച് കടലമാവ് കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. നമുക്കിതിങ്ങനെ ഒരു വടയുടെ ഷേപ്പിലെടുത്ത് ചുട്ടെടുക്കാം. ഒരു സ്വീറ്റ്സ് നമുക്ക് തയ്യാറാക്കണം. ഞാനൊരു പോൾ ടോഫിയാണ് തയ്യാറാക്കുന്നത്. പോൾ ടോഫി എന്ന് പറഞ്ഞാൽ കോക്കനട്ട് ബർഫി. ഇതിലേക്ക് ഈ നാളികേരം ഇട്ട് കൊടുക്കാം. ഇതൊന്ന് സോട്ട് ചെയ്യണം. നമ്മുടെ ഇരുവട റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കണ്ടൻസ് മിൽക്ക് 1/2 ടീൻ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട്. അല്പം പഞ്ചസാര കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊരു ജാഫ്ന സ്റ്റൈൽ സാമ്പിളാണ്. അപ്പം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് ഞാൻ ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, ഇത് മൂത്ത് വരുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് പൊടികൾ നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, നേരത്തെ പൊടിച്ചു വെച്ച ഈ ഗരം മസാല, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലിലാണ് നമ്മൾ വേവിക്കാൻ പോകുന്നത്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് രമ്പയില ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് അവിടെ പണ്ടൻ ലീഫാണ് യൂസ് ചെയ്യുന്നത്. ഇത് വെന്ത് കഴിഞ്ഞിട്ട് കുറച്ച് പുളി പിഴിഞ്ഞതും തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് ഫിനിഷ് ചെയ്യണം. അപ്പോൾ ഇതൊന്ന് വേവാനായിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. മുളകത്താണി സൂപ്പിന് വേണ്ടിയുള്ള ഞാൻ വേവിച്ച് വെച്ചിരുന്നു. ഇനി ഇത് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ഇതിലേക്ക് ആഡ് ചെയ്യണം. അതോടെ ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. സൂപ്പിന് വേണ്ടി ഞാനിവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് തുറന്നെടുക്കാം. ഇനി അത് സ്ട്രെയിൻ ചെയ്തെടുക്കണം. ഇതിലാണ് ബാക്കിയുള്ള കുറച്ച് വെജിറ്റബിൾസ് ഇട്ട് നമ്മൾ ബോയിൽ ചെയ്ത് എടുക്കാൻ പോകുന്നത്. ഇതിലേക്ക് കുറച്ച് മസാല നമ്മൾ പൊടിച്ച് വെച്ചത് ആദ്യം ഇട്ട് കൊടുക്കണം. കുറച്ച് ചെറിയ ഉള്ളി, രണ്ട് ബീൻസ്, ക്യാരറ്റ്, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മുളക് പൊടി, കറിവേപ്പില, കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി അരച്ചത് ഇത്രയിട്ടൊന്ന് വാട്ടി ഇതൊന്ന് സ്ട്രെയിൻ ചെയ്ത് ഒഴിക്കാം. ഇതിൽ അല്പം കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് പുളി, കുറച്ച് ഉപ്പ്,
ഇതൊന്ന് തിളക്കട്ടെ. തിളച്ചതിന് ശേഷം കുറച്ച് തേങ്ങാപ്പാൽ നമുക്ക് ചേർക്കാനുണ്ട്. ഈ മുളകുത്താണി സൂപ്പൊന്ന് തിളക്കട്ടെ. അതിലേക്ക് നമുക്ക് ഒരു കഷ്ണം ബ്രിഞ്ചാളൂടെ ഇട്ട് കൊടുക്കാം. ഒരു കഷ്ണം രമ്പയില ഇട്ട് കൊടുക്കാം. ഇനി അടുത്തത് നമുക്ക് പോൾ സാമ്പിൾ തയ്യാറാക്കാം. അത് പോൾ സാമ്പിൾ എന്ന് പറഞ്ഞാൽ തേങ്ങ ഇട്ടിട്ടുള്ളൊരു ചമ്മന്തിയാണ്. തേങ്ങയും ഉണക്കമീനും ഒക്കെ കൂടെ ഉള്ളത്. അപ്പോൾ അതിനായിട്ട് കുറച്ച് ഉണക്കമുളകൊക്കെ നമുക്കൊന്ന് വറുത്തെടുക്കാം. കുറച്ച് എണ്ണ ചൂടാക്കാം. ഇതിലേക്ക് കുറച്ച് മുളക്, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഉണക്കമീൻ, മുളക്, ഒരൽപ്പം സോംഫ് അതായത് പെരിഞ്ജീരകം ഇത്രയും ഇട്ടിട്ട് ഈ മീനൊന്ന് ക്രിസ്പി ആവണം. ഇനി ഇതിലേക്ക് ഈ നാളികേരം കൂടെ ചേർത്ത് നമുക്ക് അരയ്ക്കാം. മുളകത്താണി സൂപ്പിലേക്ക് നമുക്ക് കുറച്ച് നാളികേരപ്പാൽ ചേർക്കാനുണ്ട്. അതുപോലെ നമ്മുടെ ഈ സാമ്പലിലേക്കും വെജിറ്റബിൾ ജാഫ്ന സാമ്പലിലേക്കും കുറച്ചൊരു നാളികേരപ്പാൽ കൂടെ ചേർത്ത് കൊടുക്കണം. ആദ്യം വെജിറ്റബിൾസ് കുക്കായോ എന്ന് നോക്കാം. കുറച്ച് നാളികേരപ്പാൽ കൂടെ ചേർത്ത് കുറച്ച് പുളിയുടെ പേസ്റ്റ് കൂടെ ചേർക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഈ കറി നമുക്ക് മാറ്റി വയ്ക്കാം. കുറച്ച് പുട്ടിന് ഞാനിങ്ങനെ നനച്ചിട്ടുണ്ട്. ഇതൊരു സ്വീറ്റായിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതിന് സ്റ്റീമർ ഞാൻ വെച്ചിട്ടുണ്ട്. സ്റ്റീമറിൽ വെള്ളം ഒഴിച്ച് ഈ പുട്ടൊന്ന് വേവിച്ച് ഇത് ഞാൻ ചിരട്ടയിലാണ് ഒന്ന് വേവിച്ചെടുക്കുന്നത്. ഇനി നമുക്കത് ഇതിൻ്റെ പേര് സോ ഡൊഡോൾ എന്നാണ്. ഇതൊരു സ്വീറ്റ് ഡിഷാണ് ശരിക്ക്. ഈ പുട്ട് നനച്ച് അതിൽ ശർക്കരയുടെ പനി ചേർത്ത് തയ്യാറാക്കുന്നതാണ്. അപ്പം അതിന് വേണ്ടി നമുക്ക് ശർക്കര പനിയും തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ശർക്കര ചീകി വെച്ച പൊടിയാണിത്. അതും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചൊന്ന് ചൂടാക്കാം. ഇനി അടുത്തത് നമുക്ക് ഒരു റുമാലി റൊട്ടി പോലത്തെ തയ്യാറാക്കാം. പൊറോട്ട. അതിൽ ഫ്ലേക്സ് ഒന്നും വരുന്നില്ല, സിമ്പിളായിട്ടുള്ളതാണ്. നമ്മുടെ മാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി അത് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇത് ശർക്കര ഉരുകിയിട്ടുമുണ്ട്. ശർക്കര ഒന്ന് മാറ്റി വയ്ക്കാം. ഒരു തവ വയ്ക്കാം. ഈ പുട്ട് ഇവിടെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മിക്സ് ചെയ്യണം. നമ്മുടെ ഐറ്റംസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് ഡിഷുകളിലേക്ക് മാറ്റിയാൽ മതി. അങ്ങനെ ഞങ്ങളുടെ സെമി ഫൈനൽ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവരും ഭയങ്കര ആങ്സൈറ്റിയിലിരിക്കുകയാണ്. എല്ലാവരും ശ്രീലങ്കൻ, നമ്മളെയൊക്കെ സംബന്ധിച്ചൊരു ന്യൂ കുസിനാണിത്. നമ്മളൊന്നും വീട്ടിൽ സാധാരണ ശ്രീലങ്കൻ ആരും തയ്യാറാക്കാറില്ലല്ലോ. പക്ഷേ എല്ലാവരും ശ്രീലങ്കൻ വിഭവങ്ങളൊക്കെ തയ്യാറാക്കി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഓരോരുത്തരായി ജഡ്ജസിൻ്റെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ പോവാണ്. അവരോട് ചോദിച്ച് നമുക്ക് അഭിപ്രായങ്ങൾ അറിയാം. ഇനി നമ്മളുടെ പരിപാടി ടേസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ചില്ലറ ടേസ്റ്റിംഗ് അല്ല. എല്ലാം പ്രോൺസ് ആണ് കൂടുതലും അല്ലേ? കുറേ എല്ലാം പ്രോൺസ് ആണ്, കൂടുതലും പ്രോൺസ് ആണ്. വാട്ട് ഈസ് ഗുഡ് ഫ്രഷ് അല്ലേ? അയ്യോ തുടങ്ങാം. സൂപ്പ് ഒന്ന് തുടങ്ങാം. സൂപ്പ് ഒരു തുള്ളി ആയിക്കോട്ടെ. അതെ. ആൻഡ് റൊട്ടി, മൈദ റൊട്ടി. നൈസ് ബാസ്ക്കറ്റ്. ജാഫ്ന വെജിറ്റബിൾ കറി. ഒരു ജാഫ്ന ടേസ്റ്റൊക്കെ വരുന്നുണ്ട്.
നന്നായിട്ടുണ്ട്. പ്രോൺസ് അത് പ്രോൺസ് അല്ല ഉണക്കമീൻ. ദാറ്റ്സ് ഫൈൻ. ചെമ്പലു. ചമ്പലു ഇസ് നൈസ്. ചിക്കൻ കറി നിങ്ങളിപ്പോൾ ഇച്ചിരി ക്വാണ്ടിറ്റി ഒക്കെ കുറച്ചിരിക്കുക ഞാനും കൃഷ്ണൻ അല്ലേ? ടേസ്റ്റ് ഹെൽത്ത് റീസൺസ്. സംതിങ് ഡിഫറെൻറ്റ്. കുഴപ്പമില്ല, ഒരു വ്യത്യാസമുണ്ട്. അല്ലേ? ഗുഡ്, നന്നായിരിക്കും. ഒരു കുഴപ്പമില്ല. നമ്മൾ ബർഫി പേടിച്ചിട്ട്. That is good, prawns rice is good. റൈസ് ഈസ് ആക്ച്വലി നൈസ്. നന്നായിട്ട്